നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ സീറ്റ് ലഭിക്കാത്തതിൽ ദുഃഖമില്ലെന്ന് ബി.ജെ.പി നേതാവ് പി.സി. ജോർജ്. പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകരുതെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെയാണ്. അക്കാര്യം അവർ പരസ്യമായി പറഞ്ഞുമിരുന്നു. അവരുടെയൊക്കെ ആഗ്രഹം സാധിക്കട്ടെ. ഇത്രയും പേരുടെ എതിർപ്പുള്ളപ്പോൾ തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് വളരെ സ്നേഹത്തോടെ അറിയിച്ചുവെന്നും പി.സി. ജോർജ് പറഞ്ഞു. 5 ദിവസം മുൻപേ തന്നോട് സംസാരിച്ച എല്ലാവരോടും താൻ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന് ലോകത്താരോടും ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ പിന്നെ തർക്കമില്ലല്ലോ, പി.സി. ജോർജ് പറഞ്ഞു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ SNDP-യുടെ ഉൾപ്പെടെ നേതാക്കന്മാർ പി.സി. ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അവർ ബി.ജെ.പി നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ബി.ജെ.പിയുടെയും RSSന്റെയും നേതാക്കൾ തന്റെ പേര് പറഞ്ഞു. അവർ അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചാരണമുണ്ടായത്. അതോടെ സ്ഥാനാർത്ഥിയായാൽ എന്താണെന്ന തോന്നൽ തനിക്കുമുണ്ടായി. അത് ഒളിച്ചു വെക്കുന്നുമില്ല. അതിന്റെ ഭാഗമായി കുറച്ച് നീക്കങ്ങൾ നടത്തിയെന്നും പി.സി. ജോർജ് വെളിപ്പെടുത്തി. ഓർത്തഡോക്സ്, പെന്തക്കോസ്റ്റ്, CSI വിഭാഗങ്ങളുമായി താൻ ബന്ധപ്പെട്ടു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതായിരുന്നു. അത്രയും സ്നേഹം തന്നോട് കാണിച്ചു. അവരോടൊക്കെ നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ ദുഃഖമുണ്ട്. വേറൊരു ദുഃഖവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ അറിയുന്നവരില്ല. ഒന്ന് പരിചയപ്പെടുത്തിയെടുക്കാനായി ഓട്ടം കൂടുതൽ വേണ്ടിവരുമെന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി പി.സി. ജോർജ് മുന്നോട്ട് വന്നിരുന്നു. അനിൽ ആന്റണിക്ക് മണ്ഡലത്തോട് ഇത്ര താല്പര്യം എന്താണെന്ന് അറിയില്ലെന്നും മറ്റൊരു സീറ്റിലും താൻ മത്സരിക്കാനില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഈ പത്തനംതിട്ട സീറ്റിനോട് അനിൽ ആന്റണിക്ക് ഇത്രമാത്രം താല്പര്യത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നാമത് പ്രശ്നം സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിചയപ്പെടുത്തേണ്ട. ഒരു 10 പേരെ കൊണ്ട് നിർത്തി അനിൽ ആന്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവുകയുമില്ല. ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ആണോ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികേടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീധരൻ പിള്ളയായാലും മതിയായിരുന്നു. ശ്രീധരൻ പിള്ള സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. നമ്മുടെ ബിഷപ്പുമാർ, NSS ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ, അങ്ങനെ വലിയ വലിയ മാന്യന്മാരെല്ലാം എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് സ്ഥാനാർത്ഥിയാക്കണം എന്ന നിലയിലായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു ദുഃഖമേ എനിക്കുള്ളൂ, അല്ലാതെ ഒരു ദുഃഖവും എനിക്കില്ല. അവരോടൊക്കെ എന്ത് പറയും? സ്ഥാനാർത്ഥിയെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ഏത് കുറ്റിച്ചൂലാണേലും ആ കുറ്റിച്ചൂലിന്റെ പുറകെ ഞാൻ നടക്കും. ഒരു സംശയം വേണ്ടെന്ന് പി.സി. ജോർജ് പറഞ്ഞു. അതേസമയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ വിഭാഗം അടക്കം മുഴുവൻ സമുദായങ്ങളുടെയും പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അനിൽ ആന്റണിയും പറഞ്ഞു. ബി.ജെ.പി കഴിഞ്ഞ തവണ സമാഹരിച്ചതിനേക്കാൾ ഏറെ ദൂരം മുന്നോട്ട് പോകുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ബി.ജെ.പി കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്.